പ്രധാന നേതാക്കളെല്ലാം മരിച്ചു വീഴുമ്പോഴും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു, അവരുടെ കരുത്ത് എന്തൊക്കെയാണ് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ഈ സംഘർഷത്തിൽ അല്ലെങ്കിൽ ഇതിൽ ചെറുത്തു നിൽക്കുന്നതിന് അവരെ സഹായിക്കുന്നത് മറ്റു രാജ്യങ്ങളെ പോലെയല്ല, കഴിഞ്ഞ കാലത്തൊക്കെ അമേരിക്ക പിടിച്ചടക്കിയ രാജ്യങ്ങൾ പോലെയല്ല. ഇറാന്റെ വലിപ്പവും ഭൂപ്രകൃതിയും അത് ഇറാന് വലിയ സഹായം നൽകുന്നത് തന്നെയാണ്. കാരണം പർവ്വത നിരകൾ, മരുഭൂമികൾ അതൊക്കെ ഉൾപ്പെടുന്ന വ്യത്യസ്തമായൊരു ഭൂപ്രകൃതിയാണ് ഇറാനിലുള്ളത്. വെനസ്വേല പോലെ നമുക്കറിയാം, അമേരിക്ക എത്രയും എളുപ്പത്തിൽ പിടിച്ചടക്കിയ ഒരു രാജ്യം വെനസ്വേലയായിരുന്നു. അതുപോലെ എളുപ്പം കീഴ്പ്പെടുത്താൻ സാധിക്കില്ല എന്നതാണ് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിപ്പവും ഭൂപ്രകൃതിയും ഇറാനെ വലിയ രീതിയിൽ പ്രതിരോധിക്കാൻ സഹായിക്കുന്നതാണ്. മാത്രമല്ല, ഇറാൻ എന്ന് പറയുന്നത് പശ്ചിമ യൂറോപ്പിനേക്കാൾ വലിയൊരു രാജ്യമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പടിഞ്ഞാറൻ അസർബൈജാൻ പ്രവിശ്യയിൽ നിന്ന് ബലൂചിസ്ഥാൻ പ്രവിശ്യ വരെയുള്ള ഇറാന്റെ ഡയഗണൽ നീളം എന്ന് പറയുന്നത് ഏതാണ്ട് 2333 കിലോമീറ്റർ എന്ന് പറയും. അത്ര വലിയ വിസ്തൃതിയുള്ള രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ എളുപ്പം കീഴ്പ്പെടുത്താൻ സാധിക്കില്ല എന്നതാണ്. നമുക്കറിയാവുന്നതുപോലെ പശ്ചിമ യൂറോപ്പിന്റെ ഒരു ഡയഗണൽ ദൂരം എന്ന് പറയുന്നത് 1500 കിലോമീറ്റർ ആണെന്ന് ഓർക്കണം. പക്ഷേ ഇറാന്റേത് അത് 2333 കിലോമീറ്റർ ആണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആ ഒരു ഭൂമിശാസ്ത്രപരമായ ഘടന ഇറാനെ വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നു. ഒപ്പം ഹോർമൂസിന്റെ നിയന്ത്രണം, അതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. ആഗോള എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നു പോകുന്നത് ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ചാൽ തന്നെ ആഗോള വിപണിയിൽ എണ്ണ വില വർദ്ധിക്കും. ഈ ഘട്ടത്തിൽ, യുദ്ധത്തിന്റെ എല്ലാ ഘട്ടത്തിലും ഹോർമൂസിന്റെ നിയന്ത്രണം ഇറാന്റെ പക്കലുണ്ട് എന്നത് തന്നെയാണ്. ഹോർമൂസ് തുറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് ഭീഷണി മുഴക്കുന്നതും ഈ സാഹചര്യത്തിൽ തന്നെയാണ്. മറ്റൊന്ന് ഇറാന്റെ ആയുധ ശേഖരം തന്നെയാണ്. ഇറാന്റെ കയ്യിലുള്ള മിസൈൽ ശേഖരം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 4000 കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുന്ന ദീർഘദൂര മിസൈലുകൾ, അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഇത്തവണത്തെ യുദ്ധത്തിലെ തുറുപ്പ് ചീട്ട് എന്ന് തന്നെ പറയണം. 2000 കിലോമീറ്റർ സഞ്ചരിക്കുന്ന സെജിൽ എന്ന ബാലിസ്റ്റിക് മിസൈലാണ് ഇറാന്റെ പക്കലുള്ള ഏറ്റവും അധികം ദൂരം സഞ്ചരിക്കാവുന്ന മിസൈൽ എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ദിവസമാണ് ഇറാന്റെ പക്കലുള്ള മിസൈലുകളുടെ ഒരു തീവ്രത നമ്മൾ അറിഞ്ഞത്. 4000 കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡിഗോഗാസിയ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത സൈനിക താവളത്തിലേക്ക് ഇറാന്റെ മിസൈൽ പതിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത്രയധികം ദൂരം സഞ്ചരിക്കാവുന്ന മിസൈൽ ശേഖരമുണ്ട്. ഒരുപക്ഷെ ഇറാൻ അമേരിക്ക ചർച്ചകളിലൊക്കെ തന്നെയും ഈ കരാർ, ആണവ നിരായുധീകരണ കരാർ സംബന്ധിച്ച ചർച്ചകളിലൊക്കെ തന്നെയും വഴിതെറ്റിപ്പോയത് ഈ മിസൈൽ ശേഖരത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇറാൻ പങ്കുവെക്കാത്തത് തന്നെയാണ്. ആ മിസൈലുകളിൽ ഒന്ന് 4000 കിലോമീറ്റർ സഞ്ചരിക്കാവുന്ന മിസൈലാണെന്ന് കൂടി തെളിയുമ്പോൾ ഇനിയും ഇറാന്റെ ശക്തി എന്ന് പറയുന്നത് ആ മിസൈൽ ശേഖരം, ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഖരം തന്നെയാണ്. അതാണ് ഇറാനെ ഏറ്റവും കൂടുതൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് കടൽ മൈനുകളാണ്. ഹോർമൂസ് കടലിടുക്കിൽ 2000-ലധികം മൈനുകൾ ഇറാൻ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. അവ ഉപയോഗിച്ചുകൊണ്ട് കപ്പൽ സംഘങ്ങളെ തകർക്കാൻ സാധിക്കുമെന്ന ധൈര്യത്തിലാണ് ഇറാനുള്ളത്. അപ്പോൾ അമേരിക്ക ഏതെങ്കിലും തരത്തിൽ ഹോർമൂസിൽ കടുത്ത നിലപാടുകളിലേക്ക് പോയാൽ ഈ മൈനുകളെല്ലാം പൊട്ടിത്തെറിക്കും. ഈ പറഞ്ഞതുപോലെ നിരവധി ചരക്ക് കപ്പലുകളാണ് ഹോർമൂസ് വഴി, പല കപ്പലുകളും, പല രാജ്യങ്ങളുടെയും കപ്പലുകൾ അതുവഴി ഈ ശേഖരവുമായി, ചരക്കുകളുമായി ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ തകർക്കുന്നതിന് വേണ്ടി സാധിക്കും. അങ്ങനെ ആയുധങ്ങൾ, ഒപ്പം ഭൂമിശാസ്ത്രപരമായ ഘടന, ഇതൊക്കെ തന്നെയും ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ ഇപ്പോഴും പ്രതിരോധിച്ചു നിൽക്കുന്നത്. ഒപ്പം ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ ആക്രമണം തുടരുന്നത് നമ്മൾ കാണുകയാണ്. സൗദി അറേബ്യയിലെ റിയാദിൽ മിസൈൽ ആക്രമണം ഉണ്ടായി. 24 മണിക്കൂറിന്റെ 60 ഡ്രോണുകൾ തടുത്തതായി സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. രഞ്ജിത്ത് കൂടി ചേരിക്കാൻ. രഞ്ജിത്ത്, ഒരു തീവ്രത കുറഞ്ഞു ആക്രമണത്തിന്റെ, ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ 60 ഡ്രോണുകളൊക്കെ തകർക്കുന്ന നിലയിൽ ഇപ്പോഴും അവിടെ സംഘർഷം നിലനിൽക്കുകയാണല്ലേ? തീർച്ചയായും വിനീത, ഈ സംഘർഷങ്ങളുടെ ഒരു തോത് കുറഞ്ഞു എന്ന് നമ്മൾ കരുതിയിരുന്ന ഒരു ഘട്ടത്തിലാണ് വീണ്ടും സൗദി അറേബ്യയ്ക്ക് നേരെ ശക്തമായ ആക്രമണം ഉണ്ടാകുന്നത്. അവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടർച്ചയായി ഡ്രോണുകൾ വിക്ഷേപിച്ചുകൊണ്ടാണ് ഈ സൗദി അറേബ്യയ്ക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയത്. പക്ഷേ അതിനെ ഒരു പരിധിവരെയൊക്കെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഇറാന്റെ ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നാണ് സൗദി ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് വിവിധ സ്ഥലങ്ങളിലും, വിവിധ ഗൾഫ് രാജ്യങ്ങളിലും ഒറ്റപ്പെട്ട ആക്രമണം ഇപ്പോഴും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിനിടയിൽ ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഇന്ന് രാവിലെ സാങ്കേതിക തകരാറിനെ തുടർന്ന് ഖത്തറിൽ ഒരു സൈനിക ഹെലികോപ്റ്റർ തകർന്നു വീണിരുന്നു. ഇതിൽ 7 പേരാണ് ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ രാവിലെ മുതൽ തന്നെ നടക്കുകയായിരുന്നു. സമുദ്രാതിർത്തിയിലാണ് ഹെലികോപ്റ്റർ തകർന്നു വീണത്. ഇതിൽ 6 പേരുടെ മൃതദേഹം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ഇനി ഒരാളെ കൂടി കിട്ടാനുണ്ട്. കിട്ടാനുള്ള 7ാമത്തെ ആളിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ തുടരുന്നു എന്നും ആഭ്യന്തര മന്ത്രാലയം ഔദ്യോഗികമായി അറിയിക്കുകയാണ്.
ശരി, പശ്ചിമേഷ്യയിൽ ആശങ്ക ഒഴിയുന്നില്ല എന്നതാണ്. ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ വീണ്ടും ആക്രമണം കനക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ സംഘർഷം കടുക്കുന്ന